നമസ്കാരം, എവർക്കും ഡിഗ്രിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എക്കണോമിക്സിന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സെക്രട്ടേറിയറ്റ് OA, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ലാബ് അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാമുകൾ എഴുതാൻ പോകുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഘടനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത്? അപ്പോൾ ഇതിൻ്റെ വർഷങ്ങൾ നമുക്ക് നോക്കാം. ബാങ്ക് ദേശസൽക്കരണം 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇന്ത്യൻ ബാങ്ക് ദേശസൽക്കരണം നടന്നത്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസൽക്കരണം നടന്നത് 1969-ലും രണ്ടാം ഘട്ടം ബാങ്ക് ദേശസൽക്കരണം നടന്നത് 1980-ലുമാണ്. ഒന്നാം ഘട്ടത്തിൽ 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. രണ്ടാം ഘട്ടത്തിൽ 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. ഒന്നാം ഘട്ടത്തിൽ 14 ബാങ്കുകളും രണ്ടാം ഘട്ടത്തിൽ 6 ബാങ്കുകളെയുമാണ് ദേശസാൽക്കരിച്ചത്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 4ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 6ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 6ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണെന്നും കൂടെ ഓർത്തിരിക്കുക. ഈ രണ്ട് ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ സമയത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്തും രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് വർഷമാണ്? 1950 മാർച്ച് 15. 500, 1000 നോട്ടുകൾ നിരോധിച്ചത് എന്നാണ്? 2016 നവംബർ 8. മഹാത്മാഗാന്ധി സീരീസിലുള്ള 500, 1000 രൂപയുടെ നോട്ടുകൾ നിരോധിച്ചത് 2016 നവംബർ 8-നാണ്. ഭൂപരിഷ്കരണം. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1970 ജനുവരി 1. അപ്പോൾ ഇതിൻ്റെ വർഷങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ കൂടി ഇതിൻ്റെ ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. കാരണം ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നത് നോട്ടുകളുടെ നിരോധനമാണ് അല്ലേ. അപ്പം 3 അവസാനം വരുന്നത് നോക്കിയാൽ മതി. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ആദ്യം വരുന്നത് ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം, പിന്നീട് വരുന്നത് ഭൂപരിഷ്കരണമാണ്. അതിനുശേഷം വരുന്നത് ബാങ്കുകളുടെ ദേശസാൽക്കരണം, ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് വരുന്നത് നോട്ടുകളുടെ നിരോധനം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രസ്താവന 2, രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അടൽ ഇന്നൊവേഷൻ മിഷന്റെ ലക്ഷ്യം എന്താണ്? സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. മെഥലോൾ സമ്പദ്ഘടന, അതിന്റെ ലക്ഷ്യം എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക, എണ്ണ ഇറക്കുമതി ചെലവ് കുറയ്ക്കുക. സഹകരണ ഫെഡറലിസം, സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ശൂന്യ ക്യാമ്പയിൻ, ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക, ഇതാണ് ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. പ്രസ്താവനകൾ 2ഉം 3ഉം ശരിയാണ്. പ്രസ്താവനകൾ 1ഉം 4ഉം ശരിയല്ല. ഇതാണ് ആൻസർ വരുന്നത്. അപ്പം നമുക്ക് ശരിയായിട്ടുള്ളത് വായിക്കാം. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. ഇത് 2ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവ്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ വായിക്കാം. വിപണി മെച്ചത്തിലെ വർധനവ്, കരുതൽ ശേഖരം, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത. ഇത് 3ഉം ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളാണ്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം തിരിച്ചറിയുക. നയിക്കാതിരുന്ന ഘടകമാണ് ചോദിച്ചേക്കുന്നത്.
ഓപ്ഷൻ സി ആണ് ആൻസർ. കാർഷികോൽപാദനത്തിലെ സ്തംഭനാവസ്ഥ. കേന്ദ്ര സർക്കാർ 2023-24 ബജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേരെന്താണ്? മിഷ്ടി. ഓപ്ഷൻ എ ആണ് മിഷ്ടി. പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. GDP-യുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം ഏതാണ്? ഓപ്ഷൻ ബി ബാങ്കുകളുടെ ലയനം. പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം, നെറ്റ് ബാങ്കിംഗ്, ജൻധൻ അക്കൗണ്ടുകൾ. സാമ്പത്തിക നയ പരിഷ്കരണ കാലഘട്ടത്തിൽ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് കാരണമാകാത്ത വസ്തുത ഏതാണ്? ഓപ്ഷൻ ഡി GDP-യുടെ ഉയർന്ന വളർച്ചാ നിരക്ക്. GDP-യുടെ ഉയർന്ന വളർച്ചാ നിരക്ക്. അടുത്തത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി യോജിപ്പിച്ച ജോഡികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1ഉം 2ഉം. ഘടനാപരമായ നീക്കുപോക്ക് പരിപാടി ദീർഘകാലം, ഇറക്കുമതി ചുങ്കം കുറയ്ക്കൽ, വ്യാപാര ഉദാരവൽക്കരണം. ഇത് രണ്ടുമാണ് കറക്റ്റായിട്ട് യോജിപ്പിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ. നിക്ഷേപകരിൽ നിന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിക്ഷേപം സ്വീകരിക്കുന്നില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. വായ്പാ നിയന്ത്രണം, കറൻസി നോട്ട് അച്ചടിക്കൽ, ഗവൺമെന്റിന്റെ ബാങ്ക്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 2 മാത്രം. മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം എന്നത് തെറ്റാണ്. കറക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. ഇത് 3ഉം കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് ഏതാണ്? ഓപ്ഷൻ ബി ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായ പ്രധാന കാരണം. താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. വാണിജ്യ ബാങ്കുകൾ. ഇത് ബാങ്കാണ്. വാണിജ്യ ബാങ്കുകൾ ബാങ്ക് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഇനി ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ, ഇൻഷുറൻസ് ബാങ്കുകൾ, മ്യൂച്വൽ സേവിംഗ് ബാങ്കുകൾ. ഇവ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ്. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 2ഉം 3ഉം. ഇതിന്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ്. ഹരിത വിപ്ലവത്തിൽ രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചിട്ടാണ് വിളവർദ്ധനവ് ഉണ്ടാക്കിയത്. പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? 1ആം സ്ഥാനം. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ്? 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനമാണ്. ഈ ഒരു ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. 2015 ജനുവരി 1 നിലവിൽ വന്നത്. ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ധോപദേശ സമിതിയാണ്. പ്രധാനമന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകിയാണ് ഇതിന്റെ ചുമതല. ഏതിന്റെ ചുമതലയാണ്? നീതി ആയോഗിന്റെ. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1950. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 മാർച്ച് 15. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1995. 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. ലോകബാങ്കിന്റെ മറ്റൊരു പേരെന്താണ്? ഓപ്ഷൻ എ IBRD. ലോകബാങ്കിന്റെ മറ്റൊരു പേരാണ് IBRD. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഉണ്ടായ കാരണങ്ങൾ. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ഇതെല്ലാം കാരണമാണ്. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുണ്ടായ കാരണങ്ങളാണ് ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിലെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. എല്ലാം ശരിയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? എക്സാം നടന്ന സമയത്ത് ശക്തികാന്ത ദാസ് ആയിരുന്നു. എന്നാൽ നിലവിൽ ശക്തികാന്ത ദാസ് അല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. പേരോർത്തിരിക്കുക കേട്ടോ. 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമൻ. 2025-2026 വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതും നിർമ്മല സീതാരാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1951. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 51 മുതൽ 1956 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം 2015 ജനുവരി 1. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം. സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും, ആധുനികവൽക്കരണം. ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും കൂടെ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.